Hi students, welcome to Competitive Cracker. ഞാൻ ധന്യ. സോ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയാനായിട്ട് പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏരിയ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് നെറ്റിന് ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. ഇപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതും അത്യാവശ്യം വൈഡ് തന്നെയാണ് അല്ലേ. സോ അതിൽ ഫോക്കസ് ഏരിയ ഐഡന്റിഫൈ ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് വരുന്ന ജൂൺ എക്സാമിൽ നെറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനുള്ള സമയം നമുക്കുള്ളൂ. ഇപ്പൊ ഇനിയും പഠിച്ച് തുടങ്ങാത്തവര് അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിലോട്ട് എത്താത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ ഒരു ഫോക്കസ് ഏരിയ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഏകദേശം ഒരു ഫോക്കസ് ഏരിയ നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഫോക്കസ് ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്നുള്ളത്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് മെമ്മറി എന്ന് പറയുന്നത്, ഹ്യൂമൻ മെമ്മറി. ഓക്കെ, ഹ്യൂമൻ മെമ്മറി അതുമായിട്ട് ബേസ് ചെയ്ത് ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയ സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജനറൽ പേപ്പർ എന്ന് പറയുമ്പോൾ പല സബ്ജക്ട്സ് നമുക്ക് എടുക്കാം. ഇപ്പൊ ഇംഗ്ലീഷ് എടുക്കാം, എക്കണോമിക്സ് എടുക്കാം, എഡ്യൂക്കേഷൻ എടുക്കാം. അങ്ങനെയുള്ള പല സബ്ജക്ട്സിന്റെയും ജനറൽ പേപ്പർ എന്താ, UGCയുടെ ജനറൽ പേപ്പർ എന്താ, സെയിം ആണ്. സോ അതെല്ലാം പരിശോധിച്ച സമയത്ത് കിട്ടിയ ഒരു കാര്യമാണ് ഹ്യൂമൻ മെമ്മറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സോ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ മെമ്മറിയാണുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ മെമ്മറിയാണ് നമുക്ക് പഠിക്കേണ്ടതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ടൈപ്സ് ഓർ സബ് ടൈപ്സ് ഓഫ് ലോങ് ടേം മെമ്മറി. അതായത് ലോങ് ടേം മെമ്മറിന്റെ ടൈപ്സ് അല്ലെങ്കിൽ സബ് ടൈപ്സ് ഏതൊക്കെയാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ, ഹ്യൂമൻ മെമ്മറിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് എന്തെന്ന് പറയുന്നത്, ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് അല്ലെ. എന്തായിരുന്നു, ലോങ് ടേം മെമ്മറി. അപ്പൊ ആ ലോങ് ടേം മെമ്മറിന്റെ ടൈപ്സ് അല്ലെങ്കിൽ സബ് ടൈപ്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. And we have the option that is declarative memory, procedural memory, episodic memory, semantic memory. അപ്പോ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ, ഇതിന്റെ ഒരു ആൻസറിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാം, ഹ്യൂമൻ മെമ്മറി പൊതുവെ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യം ഉള്ള ഒരു മെമ്മറിയാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരുപാട് ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാന്നുള്ളതാണ്. സെൻസറി മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, ടച്ച് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മൈൻഡിലോട്ട് പോകുന്നുണ്ട് അല്ലെ. പക്ഷെ അതൊക്കെ എന്താ, വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. സോ സെൻസറി മെമ്മറിയിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യില്ല, നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറിയിലോട്ട് പോവില്ല. സോ അതാണ് സെൻസറി മെമ്മറി. ദെൻ ഷോർട്ട് ടേം മെമ്മറി അറിയാം, ഏകദേശം ഒരു 15 to 30 സെക്കൻഡ്സ് മാത്രമേ നമ്മുടെ മൈൻഡിൽ നിൽക്കുള്ളൂ. അതിൽ നിന്നും പിന്നെയും നമ്മൾ അതായത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഏതിലോട്ട് പോകുന്നത്, ലോങ് ടൈം മെമ്മറിയിലോട്ട് പോകുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ബസ്സിൽ കയറി, ആ ബസ്സിൽ നമ്മൾ പലവരെയും കാണാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മുടെ സെൻസറി മെമ്മറിയിലോട്ടാണ് പോകുന്നത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കണ്ടക്ടർ നമുക്ക് വന്ന് നമ്മളോട് പൈസ ചോദിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ കണ്ടക്ടറുമായിട്ടുള്ള ഒരു ചിലപ്പോൾ ആ കണ്ടക്ടറിനെ പിന്നീട് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. സോ അദ്ദേഹം നമ്മുടെ എന്തിലോട്ട് പോയിട്ടുണ്ട്, ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് പോയിട്ടുണ്ട്. ഇനി ആ ബസ്സിൽ തന്നെ നമ്മളിപ്പോ ഒരു വ്യക്തിയോട് നല്ലപോലെ സംസാരിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എവിടെയൊക്കെ നമുക്കൊരു കണക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ സംസാരിച്ചു, ചിലപ്പോൾ അവരുടെ പല കാര്യങ്ങളും, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടൊരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമ്മളുടെ മെമ്മറിയിൽ എപ്പോഴും നിൽക്കും അല്ലെ. സോ നമ്മൾ ചിലപ്പോൾ അവരെ കുറിച്ച് തിരിച്ച് ഫാമിലിയിൽ വന്ന് നമ്മൾ അവരോട് പറയും, ഫാമിലി മെമ്പേഴ്സിനോട് പറയും. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് അതൊരു ലോങ് ടേം മെമ്മറിയിലോട്ടായിരിക്കാം മേ ബി പോകുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവരെ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിലാണ് അത് ലോങ് ടേം മെമ്മറിയിലോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, ഷോർട്ട് ടേം മെമ്മറിയിൽ തന്നെ കിടക്കുന്നുള്ളതാണ്. സോ ഇതാണ് മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ളത്. അതിൽ തന്നെ ലോങ് ടേം മെമ്മറിയിൽ വരുന്ന 2 ടൈപ്പ് മെമ്മറിയാണ് ഇംപ്ലിസിറ്റ് മെമ്മറിയും എക്സ്പ്ലിസിറ്റ് മെമ്മറിയും. ഓക്കെ, ലോങ് ടേം മെമ്മറിയിൽ 2 ടൈപ്സ് ആണ് എന്തെന്ന് പറയുന്നത്. ആദ്യം നമുക്ക് എക്സ്പ്ലിസിറ്റ് പറയാം. സോ എക്സ്പ്ലിസിറ്റ് മെമ്മറിയും ദെൻ ഇംപ്ലിസിറ്റ് മെമ്മറിയും. എക്സ്പ്ലിസിറ്റ് മെമ്മറിയും ഇംപ്ലിസിറ്റ് മെമ്മറിയും. സോ എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്, കൂടുതലായിട്ടും കോൺഷ്യസ് ആയിട്ടുള്ളത്. അത് നിങ്ങൾക്കറിയാം. സോ എക്സ്പ്ലിസിറ്റിൽ തന്നെ 2 ടൈപ്പ് മെമ്മറി വരുന്നുണ്ട്. ദാറ്റ് ഈസ് എപ്പിസോഡിക് മെമ്മറിയും
ഓക്കെ, എപ്പിസോഡിക് മെമ്മറിയും സിമാൻറ്റിക് മെമ്മറിയും. എപ്പിസോഡിക് മെമ്മറിയും സിമാൻറ്റിക് മെമ്മറിയും. അതേ നമ്മൾ കോൺഷ്യസ് ആയിട്ട് കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എക്സ്പ്ലിസിറ്റ്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, അതാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. സോ അതിൽ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഇപ്പൊ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചത്, അല്ലെങ്കിൽ നിന്റെ ഇപ്പൊ ഫസ്റ്റ് ഡേ സ്കൂൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അല്ലെ. സോ അതൊക്കെ വരുന്നതാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. ദെൻ സിമാൻറ്റിക് മെമ്മറി എന്ന് പറയുമ്പോൾ ജനറൽ ഫാക്ട്സ് ആണ് വരുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 സോ അതൊരു ജനറൽ ഫാക്ട്സ് ആണ് അല്ലെ. സോ അത്തരം ജനറൽ ഫാക്ട്സ് അറിയുന്ന അല്ലെങ്കിൽ അത് നമ്മുടെ മെമ്മറിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആ മെമ്മറിനെയാണ് സിമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ദെൻ ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു 3 ടൈപ്പ് ഉണ്ട്. സോ അത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇംപ്ലിസിറ്റിൽ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൈൻഡിൽ വരാന്നുള്ളത്. അതായത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ ബൈക്ക് ഓടിക്കുന്നു. സോ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ആദ്യമാണ് നമുക്ക് പഠിക്കേണ്ട ഒരു ഇതുള്ളൂ അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ ബൈക്ക് ഓടിക്കുന്നത് എങ്ങനെയാ, അൺകോൺഷ്യസ്ലി ആണ്. അതായത് പിന്നെ നമ്മൾ എപ്പോഴും ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നമ്മൾ ബോധേഡ് ആയിരിക്കോ, ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ബോധേഡ് ആയിരിക്കില്ല. സോ അൺകോൺഷ്യസ്ലി തന്നെ നടക്കുന്ന കാര്യമാണ് ബൈക്ക് ഓടിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള മോട്ടോർ സ്കിൽസ് ഒക്കെ ഏതിൽ വരും, ഈ ഇംപ്ലിസിറ്റില് വരുന്നുള്ളതാണ്. സോ ഇംപ്ലിസിറ്റും പല ടൈപ്സ് ഉണ്ട്. സോ നമുക്കിവിടെ മെയിൻ ആയിട്ട് ലോങ് ടേം മെമ്മറി അല്ലേ പറഞ്ഞിരിക്കുന്നത്. ലോങ് ടേം മെമ്മറിയിലുള്ള ടൈപ്സ് അല്ലെങ്കിൽ സബ് ടൈപ്സ് ആണ്. നോക്കിക്കേ, ഡിക്ലറേറ്റീവ് മെമ്മറി തന്നെയാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി കേട്ടോ. സോ ഡിക്ലറേറ്റീവ് മെമ്മറിന്റെ മറ്റൊരു പേരാണ് എന്ത് പറയുന്നത്, എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു. ദെൻ പ്രൊസീജറൽ മെമ്മറി. ഓക്കെ, പ്രൊസീജറൽ മെമ്മറി. സോ പ്രൊസീജറൽ മെമ്മറി ആണ് എന്തെന്ന് പറയുന്നത്, ഇംപ്ലിസിറ്റ് മെമ്മറിന്റെ ഒരു അതിൽ വരുന്നതാണ് പ്രൊസീജറൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം ഇംപ്ലിസിറ്റ് മെമ്മറി. സോ ഇംപ്ലിസിറ്റിന്റെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അതായത് ബൈക്ക് ഓടിക്കുന്നു എന്നുള്ളത്, അതൊക്കെ പ്രൊസീജറൽ മെമ്മറിയിൽ വരുന്ന കാര്യമാണ്. അതായത് പ്രൊസീജർ എന്ന് പറയുമ്പോൾ ഈ മോട്ടോർ സ്കിൽസ് ഒക്കെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ഡിക്ലറേറ്റീവ് മെമ്മറി എക്സ്പ്ലിസിറ്റ് മെമ്മറി, പ്രൊസീജറൽ മെമ്മറി ഇംപ്ലിസിറ്റ് മെമ്മറി. ദെൻ എക്സ്പ്ലിസിറ്റിൽ വരുന്ന 2 കാര്യങ്ങളാണ് എപ്പിസോഡിക് മെമ്മറിയും സിമാൻറ്റിക് മെമ്മറിയും. സോ ഇതിന്റെ ആൻസർ എന്താ, 4 കാര്യങ്ങളും ലോങ് ടേം മെമ്മറിന്റെ ടൈപ്സ് അല്ലെങ്കിൽ സബ് ടൈപ്സ് ആയിട്ട് വരുന്നതാണ്. ഇതിൽ മെയിൻ ആയിട്ട് ടൈപ്സ് വരുന്നത് എയും ബിയും ആണ്. ദെൻ അതിന്റെ സബ് ടൈപ്സ് ആണ് സിയും ഡി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എ ബി സി ഡി വരുന്നുണ്ട്. സോ ഹിയർ the correct answer is option 4, that is A, B, C and D. സോ ഇത് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത് വളരെ ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹ്യൂമൻ മെമ്മറി അത്രയും അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. സോ ഇതിന് ബേസ് ചെയ്ത് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ടൈപ്പ് ആണ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ. സോ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് 1-2 പോയിന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഓപ്ഷനിൽ നോക്കി കണ്ടെത്താനായിട്ട് സാധിക്കും. നോക്കിക്കേ, ഇപ്പൊ കോൺഷ്യസ് നമ്മൾ പറഞ്ഞതായിരുന്നു, കോൺഷ്യസ് എന്ന് പറയുമ്പോൾ അത് എക്സ്പ്ലിസിറ്റ് മെമ്മറി ആണെന്നുള്ളത് ശരിയല്ലേ. എക്സ്പ്ലിസിറ്റ് ഈസ് റിലേറ്റഡ് ടു കോൺഷ്യസ്, അത് അറിയുന്നതാണ്. ദെൻ അൺകോൺഷ്യസ് എന്ന് പറയുമ്പോൾ ഇംപ്ലിസിറ്റ് മെമ്മറിയാണ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ് അല്ലെ, അൺകോൺഷ്യസ് എന്ന് പറയുമ്പോൾ ഇംപ്ലിസിറ്റ് മെമ്മറിയാണ്. ഇനി മോട്ടോർ സ്കിൽസ് എന്താ, മോട്ടോർ സ്കിൽസ് ബൈക്ക് ഓടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. സോ അതെന്താ, പ്രൊസീജറൽ മെമ്മറി ആണ്. ദെൻ ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മുടെ എക്സ്പീരിയൻസ് പറയുന്നത് ഞാൻ പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറഞ്ഞു, ഫസ്റ്റ് ഡേ സ്കൂളിന്റെ കാര്യം പറഞ്ഞു, അതൊക്കെ എന്താ എപ്പിസോഡിക് മെമ്മറിയാണ്. സോ നമുക്ക് ആൻസർ കിട്ടി. പക്ഷേ ജസ്റ്റ് ഒരു കാര്യം നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം, അതായത് കോൺഷ്യസ് ഈസ് റിലേറ്റഡ് ടു എക്സ്പ്ലിസിറ്റ് മെമ്മറി, അതായത് എ ഈസ് റിലേറ്റഡ് ടു 3. സോ എ ഈസ് റിലേറ്റഡ് ടു 3 എന്ന് പറയുന്ന, കണ്ടോ, ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ, രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എ ഈസ് റിലേറ്റഡ് ടു 3 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നെ ആൻസർ കിട്ടി. ഇനി ബാക്കി നമുക്ക് നോക്കേണ്ട ഒരു ആവശ്യം പോലും വരുന്നില്ല. ക്ലിയർ ആയോ? സോ രണ്ടാമത്തെ എ ഈസ് റിലേറ്റഡ് ടു 3 എന്ന് പറയുന്നുണ്ട്. സോ അത് തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ബാക്കിയുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ചെക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ബി ഈസ് റിലേറ്റഡ് ടു 1, ദാറ്റ് ഈസ് അൺകോൺഷ്യസ് ഈസ് റിലേറ്റഡ് ടു ഇംപ്ലിസിറ്റ്, ശരിയാണ്. Then C is related to 3. C is related to, okay, C is related to 2. That is C is related to 2 എന്ന് പറയുമ്പോൾ എന്താ, motor skills is related to procedural memory. Then D is related to 4. That is എന്താ, ഓൺ എക്സ്പീരിയൻസ് ആണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും സാധാരണയായിട്ടും
ചോദിക്കാറുണ്ട്. കാരണം ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരുമ്പോൾ എല്ലാം മാച്ച് ചെയ്ത് ഓപ്ഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഉറപ്പാണെന്ന് വിചാരിച്ച കാര്യം പോലും ചിലപ്പോൾ ഇത് ശരിയാണോ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഷുവർ ആയിട്ടുള്ള കാര്യം ആദ്യം മാച്ച് ചെയ്തതിന് ശേഷം ഓപ്ഷൻ നോക്കുന്നു. ഓപ്ഷൻ നോക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഓപ്ഷനോ രണ്ട് ഓപ്ഷനോ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സോ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ക്വസ്റ്റ്യനിലോട്ട് വന്ന് ചെയ്യുന്ന രീതിയായിരിക്കും നല്ലത്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, അസസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ഈ ഒരു സെഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലൊന്നാണ് ഹ്യൂമൻ മെമ്മറി എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ വേരിയസ് ടൈപ്സ് ഓഫ് അസസ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ്, ഇപ്സേറ്റീവ് അസസ്മെന്റ്, പെർഫോമൻസ് അസസ്മെന്റ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ. ഇപ്പൊ ഇവാലുവേഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ CCE, that is continuous and comprehensive evaluation, then formative, summative evaluationsനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: which one of the following types of assessment would be most beneficial for assessing a student's ability to debate? അതായത് ഡിബേറ്റ് ചെയ്യാനുള്ള ഒരു കുട്ടിയുടെ കഴിവ്, അത് അസസ് ചെയ്യുന്ന അസസ്മെന്റ് എന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇവിടെ പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് അത് ഫോർമേറ്റീവ് അസസ്മെന്റ് ആയിരിക്കും എന്നുള്ളത്. കാരണം ഫോർമേറ്റീവ് അസസ്മെന്റ് എന്താ, നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡിബേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ചിലപ്പോ ഡെയിലി ക്ലാസ് കഴിഞ്ഞ് ചിലപ്പോൾ നടത്തുന്ന ഒരു അസസ്മെന്റ് ആവാം ഡിബേറ്റ് എന്ന് പറയുന്നത്. അപ്പോ ആ ഡിബേറ്റ് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണോ എന്നുള്ളത് ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ തെറ്റാണ്. ഇങ്ങനെയുള്ള സ്റ്റുഡൻസിന്റെ എബിലിറ്റിനെ അളക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അസസ്മെന്റ് ആണ് പെർഫോമൻസ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. എന്താണ്? പെർഫോമൻസ് അസസ്മെന്റ് ആണ്. ഓക്കെ, പെർഫോമൻസ് അസസ്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് എബിലിറ്റി ടു ഡിബേറ്റ്, അത് ഒരു കുട്ടിയുടെ കഴിവാണ് അല്ലെ. അപ്പൊ അതിനെ അസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? പെർഫോമൻസ് അസസ്മെന്റ് ആണ്. ഇനി അപ്പൊ ബാക്കി ഫോർമേറ്റീവ് നമുക്കറിയാം. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അതായത് ഒരു ഇൻസ്ട്രക്ഷന് ശേഷം എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഇപ്പൊ അതൊരു ആനുവൽ എക്സാം ആവാം, അല്ലെങ്കിൽ സർട്ടൻ മൊഡ്യൂൾസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നടത്തുന്ന അസസ്മെന്റ് ആവാം. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടത്തുന്ന അസസ്മെന്റ് അല്ല. ഒരു സർട്ടൻ ഇപ്പൊ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാസ്സായോ ഫെയിൽ ആയോ എന്ന് അറിയാനായിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നടത്തുന്ന ഹാഫ് ഇയർലി ക്വാർട്ടർലി എക്സാം ഒക്കെയാണ് സമ്മേറ്റീവ് അസസ്മെന്റിൽ വരുന്നത്. സോ ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് സെൽഫ് അസസ്മെന്റ് ആണ്. അതായത് സെൽഫ് അസസ്മെന്റ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് അസസ് ചെയ്യുന്നു എന്നുള്ളതല്ല. ഒരു കുട്ടിയെ അസസ് ചെയ്യുന്നത് ആ കുട്ടിയുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രീവിയസ് അച്ചീവ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്സേറ്റീവ് അസസ്മെന്റിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. സോ ഇപ്സേറ്റീവ് അസസ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്തായിരുന്നു? ഒരു കുട്ടിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു കുട്ടിയെ അസസ് ചെയ്യുന്നത് ആ കുട്ടിയുടെ പ്രീവിയസ് അച്ചീവ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ആ കുട്ടിക്ക് ഒരു മാർക്ക് കിട്ടി, അപ്പൊ ആ കുട്ടിയുടെ കഴിഞ്ഞ എക്സാമിലെ മാർക്ക് നോക്കുന്നു, എന്നിട്ട് അതിനെ കമ്പയർ ചെയ്ത് അസസ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ടൈപ്പ് അസസ്മെന്റിനെയാണ് ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. സോ അതും കൂടെ ഒന്ന് നോക്കി വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഈ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: സ്റ്റുഡൻസ് വാച്ച് ആൻഡ് ലിസൺ ടു ദ വീഡിയോസ് ഓഫ് എ ലെക്ചർ ബിഫോർ കമ്മിങ് ടു ദ ക്ലാസ്. അതായത് ക്ലാസ്സിലോട്ട് വരുന്നതിന് മുൻപ് തന്നെ കുട്ടി എന്ത് ചെയ്യുന്നു? വീഡിയോ ക്ലാസ്സസ് കാണുന്നു. നോക്കിക്കേ, സ്റ്റുഡൻസ് വാച്ച് ആൻഡ് ലിസൺ ടു ദ വീഡിയോസ് ഓഫ് എ ലെക്ചർ ബിഫോർ കമ്മിങ് ടു ദ ക്ലാസ്. അതായത് ക്ലാസ്സിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ കുട്ടി എന്ത് ചെയ്യുന്നു? ലെക്ചറുടെ, അതായത് ലെക്ചർ ക്ലാസ്സസ് ആണ്, അതിന്റെ വീഡിയോ ക്ലാസ്സസ് കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഏത് ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ഏത് മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്ലാസ് റൂം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെക്ചർ മെത്തേഡ് ആണോ, ഫ്ലിപ്ഡ് ക്ലാസ് റൂം ആണോ, പ്രോഗ്രാംഡ് ലേണിംഗ് ആണോ, പ്രൊജക്ട് മെത്തേഡ് ആണോ? ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ലെക്ചർ മെത്തേഡ്. എന്തായാലും ലെക്ചർ മെത്തേഡ് അല്ല. കാരണം ലെക്ചർ മെത്തേഡ് എന്താ? ടീച്ചർ സെന്റേർഡ് ആണ്. ടീച്ചർ നേരിട്ട് ക്ലാസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ആണെങ്കിലും ക്ലാസ് എടുക്കുന്നതിനെയാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ പ്രൊജക്ട് മെത്തേഡും അല്ല അല്ലെ, അത് കുട്ടി സ്വയം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. ദെൻ ഫ്ലിപ്ഡ് ക്ലാസ് റൂം ആണോ, പ്രോഗ്രാംഡ് ലേണിംഗ് ആണോ എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ട് വരിക.
സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫ്ലിപ്ഡ് ക്ലാസ് റൂം ആണ്. ഫ്ലിപ്പിംഗ് അല്ലെ, മാറുക, ഒന്നിൽ നിന്നും ഒന്നിലോട്ട് മാറുക, അത് ആലോചിച്ചാൽ മതി. ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, കുട്ടി എന്ത് ചെയ്യുന്നു, ഓൺലൈൻ ആയിട്ട് തന്നെ ടീച്ചർ അയച്ച വീഡിയോ ആവാം അല്ലെങ്കിൽ ഓഡിയോ ആവാം, ആ ക്ലാസ്സസ് ഒക്കെ കാണുന്നു. അതിനുശേഷം പിന്നെ ഓഫ്ലൈൻ ആയി വന്ന് എന്തായിരിക്കും, ഒന്നില്ലെങ്കിൽ ഡിസ്കഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റൻ ആൻസേഴ്സ് ഡിസ്കഷൻ ആയിരിക്കും, ടീച്ചർ ക്വസ്റ്റൻ ചോദിക്കുന്നതാവാം. അങ്ങനെയുള്ള ഡിസ്കഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, ഓഫ്ലൈൻ ആയിട്ടാണ്. സോ ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിലോട്ട് മാറുന്നു, അതാണ് എന്ത് പറയുന്നത്, ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. സോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഫ്ലിപ്ഡ് ക്ലാസ് റൂം. ഞാൻ പറഞ്ഞു ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ഇതിന് ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എ ഫ്ലിപ്ഡ് ക്ലാസ് റൂം എൻവയോൺമെന്റ് പ്രൊമോട്ട്സ്, എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഫ്ലെക്സിബിൾ ലേണിംഗ് കൾച്ചർ ആണോ, ഫിക്സ്ഡ് ലേണിംഗ് കൾച്ചർ ആണോ, ഫേസ് ടു ഫേസ് ലേണിംഗ് ഓൺലി ആണോ, ഫിക്സ്ഡ് ആൻഡ് പാസീവ് ലേണിംഗ് കൾച്ചർ ആണോ? അപ്പൊ എന്തായാലും ഫിക്സ്ഡ് അല്ല, കാരണം ഇവിടെ 2 രീതിയും വരുന്നുണ്ട് അല്ലെ, 2 മോഡും വരുന്നുണ്ട്, ഓൺലൈൻ മോഡും ഓഫ്ലൈൻ മോഡും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് ലേണിംഗ് കൾച്ചർ അല്ല, ഫേസ് ടു ഫേസ് ലേണിംഗ് ഓൺലി അല്ല, ഫിക്സ്ഡ് ആൻഡ് പാസീവ് ലേണിംഗ് കൾച്ചർ അല്ല. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, പെട്ടെന്ന് ആൻസറിലോട്ട് എത്താനായിട്ട് നല്ലതായിരിക്കും. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1, ദാറ്റ് ഈസ് ഫ്ലെക്സിബിൾ ലേണിംഗ് കൾച്ചർ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Arrange the stages of Piaget's theory of cognitive development in ascending order. Piaget theory. അപ്പൊ പിയാഷെനെ ഞാൻ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. പിയാഷെ ഞാൻ ഉദ്ദേശിച്ചത്, ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള സൈക്കോളജിയിൽ വരുന്ന തിയറീസ് ഉണ്ട്. ഇപ്പൊ പിയാഷയുടെ തിയറി ഉണ്ട്, വൈഗോട്സ്കിയുടെ തിയറി ഉണ്ട്, ഓസുബലിന്റെ തിയറി ഉണ്ട്, നമ്മുടെ എറിക് എറിക്സന്റെ തിയറി ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള തിയറീസും നോക്കി വെക്കണം. നമുക്ക് ആക്ച്വലി സെറ്റിനാണ് സൈക്കോളജി പോർഷൻസ് അവിടെ മെൻഷൻ ചെയ്ത് ഇതൊക്കെ പഠിക്കണം എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെറ്റിന്റെ ഇതിൽ അങ്ങനെ നമുക്ക് തിയറീസ് ആയിട്ട് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ പല തവണയായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഈ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാതെ പഠിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഓൾറെഡി വളരെ രസകരമായിട്ട് പഠിച്ച തിയറീസ് ഒക്കെയാണ് ഇതെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്ത് മാർക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സോ അത് മസ്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. Arrange the stages of Piaget's theory of cognitive development in ascending order. Ascending orderൽ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം ഏറ്റവും ആദ്യം വരുന്നത് എന്താണ്, സി ആണ്, ദാറ്റ് ഈസ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ് ഏറ്റവും ചെറിയ കാലഘട്ടം അല്ലെ, അതാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. ദെൻ അതിനുശേഷം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് വരുന്നത്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നു. അപ്പൊ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്തത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്, മൂന്നാമത്തെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നു. ദെൻ ഫൈനലി ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നത്. സോ സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. സോ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇത് പഠിച്ചു വെക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു കോഡ് ഉണ്ട്, SPC എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, SPC, എഫ് അവിടെ ഉണ്ട്, അതെന്തായാലും നമുക്കറിയാം ഏറ്റവും അവസാനം വരിക എന്നുള്ളത്. സോ SPC ആലോചിച്ചാൽ മതി. SPC നമുക്കറിയാം സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് അല്ലേ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ SPC, ഞാൻ അതിന്റെ ഫുൾ ഫോം പഠിക്കാൻ പോകണ്ട കേട്ടോ, SPC എന്ന് ആലോചിച്ചാൽ മതി. സോ SPC ആദ്യം സെൻസറി മോട്ടോർ സ്റ്റേജ് വരുന്നു, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നു, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നു, ആൻഡ് ഫൈനലി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നു. സോ ഈ ഒരു കോഡ് മാത്രം പഠിച്ചു വെച്ചാൽ മതി, ഇൻ കേസ് ഓർമ്മയില്ലെങ്കിൽ, കാരണം ഇത് ഈസി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. സോ ഇവിടെ ആദ്യം സെൻസറി മോട്ടോർ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് സി. സോ ഇവിടെയും കണ്ടോ ഓപ്ഷൻ നോക്കിക്കേ, സി വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. അപ്പൊ നമുക്ക് ബാക്കിയൊന്നും നോക്കേണ്ട ഒരു ആവശ്യം പോലും വരുന്നില്ല. ഞാൻ ഇവിടെ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ നോക്കിയതാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 2 തന്നെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ കുറച്ചൊന്ന് ലോജിക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. അതായത് നെറ്റ് ക്രാക്ക് ചെയ്യാൻ നമ്മൾ ഒരുപാട് പഠിച്ച് ഭയങ്കര ഇന്റലിജന്റ് ആവണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല. ഓക്കെ, നെറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് കുറച്ച് ലോജിക്കും കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ച് ട്രിക്സും മാത്രം യൂസ് ചെയ്താൽ മതി, നമുക്ക് എന്തായാലും നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇനി പറയാനായിട്ടുള്ളത്, ഇനിയിപ്പോ ജൂണിൽ പഠിച്ചില്ല, അല്ലെങ്കിൽ ജൂണിൽ എക്സാം എഴുതുന്നില്ല, അല്ലെങ്കിൽ ജൂണിൽ എനിക്ക് കിട്ടില്ല, സോ എനിക്ക് അടുത്തതിലോട്ട് പഠിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കായിട്ട് നമ്മൾ ഇവിടെ CC ഒരു പുതിയ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ബാച്ചിൽ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. സോ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് സെഷൻസ് ഉണ്ടാവും വിത്ത് എക്സ്പേർട്ട് മെന്റേഴ്സ്. അപ്പൊ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള JRF നെറ്റ് ഒക്കെ
ക്രാക്ക് ചെയ്തിട്ടുള്ള മെന്റേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സും ആയിട്ടുള്ള ലൈവ് സെഷൻസ് ആയിരിക്കും. ദെൻ കംപ്ലീറ്റ് സിലബസ് കവറേജ് ഉണ്ടാവും. ഡെയിലി പ്രാക്ടീസ് പ്ലസ് മോക്ക് ടെസ്റ്റ്. അപ്പൊ ഡെയിലി നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ദെൻ പ്രൂവൻ സ്ട്രാറ്റജീസ് ആൻഡ് പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് ഉണ്ടാവും. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഡിസംബറിലോട്ട് നോക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സ്റ്റുഡൻസും തന്നെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെഷനിൽ പറയാനായിട്ട്. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ഹ്യൂമൻ മെമ്മറി പറഞ്ഞു, ദെൻ ഫ്ലിപ്ഡ് ക്ലാസ് റൂം പറഞ്ഞു, അസസ്മെന്റ് പറഞ്ഞു, ദെൻ നമ്മുടെ സൈക്കോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിയാഷയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റും പറഞ്ഞു അല്ലെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഉള്ളത്. എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. സോ ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും തന്നെ ഓൾ ദി ബെസ്റ്റ്. അതുപോലെ ഇത്തരം യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്